Hello students, welcome to Sine's classes. This session is income tax session. This is we cover the person endanannum assessee endanannum. Appo income tax act അനുസരിച്ച് person എന്ന് പറഞ്ഞാൽ ആരാണ്? അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. Income tax act ൽ person നെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 231 ആണ്. അപ്പോൾ person എന്ന് പറയുന്നത് ആരൊക്കെ വരും person ൽ? അപ്പോൾ ഒന്ന് an individual, രണ്ട് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, മൂന്ന് എ കമ്പനി, നാല് എ ഫേം, അഞ്ച് an AOP or VOI, ആറ് എ ലോക്കൽ അതോറിറ്റി, ഏഴ് എവരി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. അപ്പോൾ ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ നമുക്ക് വേർഡ് മീനിങ് അറിയാം എല്ലാവർക്കും. പക്ഷേ ഇൻകം ടാക്സിൽ നമ്മൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടുന്നത് ഈ ഏഴ് ആൾക്കാർ നമ്മുടെ മൈൻഡിലേക്ക് വരണം. ഒന്ന് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്, നമുക്കറിയാമല്ലോ. അതൊരു മെയിൽ ആവാം, ഫീമെയിൽ ആവാം, മാരീഡ് ആവാം, അൺമാരീഡ് ആവാം. ഏതായാലും ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ പേഴ്സൺ എന്ന് കണക്കാക്കും. രണ്ട് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അതായത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുമ്പോൾ ഹിന്ദു കൂട്ടുകുടുംബങ്ങളെയാണ് അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്ക് കോമൺ ആയിട്ടൊരു സ്വത്ത് ഉണ്ടാവുകയും അതിൽ നിന്നൊരു ഇൻകം ഉണ്ടാവുകയും ചെയ്താൽ ആ ഫാമിലിയുടെ പേരിലായിരിക്കും അത് ചാർജ് ചെയ്യുന്നത്, അല്ലാതെ അതിലെ ഒരു മെമ്പറിൻ്റെ പേരിലോ ഏറ്റവും മൂത്ത ആളുടെ പേരിലോ ആയിരിക്കത്തില്ല. അതൊരു ഫാമിലി അതിനൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കണ്ട് അതിനെ ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. അപ്പോൾ പേഴ്സണിലെ രണ്ടാമത്തെ കേസ് HUF ആണ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇതിൽ മിതാക്ഷര എന്നും ദേഭാഗ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മിതാക്ഷരയിൽ എന്താ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അതിൽ പ്രോപ്പർട്ടിയിൽ അതിന് ഷെയർ ഉണ്ടാവുന്ന സമ്പ്രദായത്തിനെയാണ് എന്ത് പറയുന്നത്, മിതാക്ഷര എന്ന് പറയുന്നത്. ദേവാഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ലോങ് ആസ് ആ ഫാദർ ജീവിച്ചിരിക്കുന്നത് വരെ കുട്ടിക്ക് അതിനകത്ത് നമുക്ക് ഷെയർ ഉണ്ടാവത്തില്ല. ഫാദറിൻ്റെ അതിൻ്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ദയയിൽ നമ്മൾ ജീവിക്കേണ്ടി വരും. പുള്ളി മരിച്ചതിന് ശേഷം മാത്രമേ കുട്ടിക്ക് അതിനകത്ത് സ്വത്തിൽ അധികാരം വരത്തുള്ളൂ. ദെൻ മൂന്നെന്ന് പറഞ്ഞാൽ കമ്പനി. നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഇൻഡിവിജ്വൽ പറഞ്ഞു, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി പറഞ്ഞു, ഇതിനൊക്കെ കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ടാക്സിലല്ലെങ്കിലും കമ്പനിയെ പറ്റി നമ്മൾ പഠിക്കാറുണ്ട്. കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് നിലവിൽ വരുന്ന ആർട്ടിഫിഷ്യലായിട്ടൊരു പേഴ്സണാണ്. അതിന് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട്. ഇതെല്ലാം നമ്മൾ കമ്പനി ലോയിലും അതിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പനി, ഇപ്പോൾ ഞാനൊരു കമ്പനി നടത്തുന്നു എങ്കിൽ ഞാനല്ല ടാക്സ് കൊടുക്കേണ്ടുന്നത്. ആരുടെ പേരിലാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത്? ആ കമ്പനിയുടെ പേരിലായിരിക്കും ടാക്സ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നാല് എന്ന് പറയുന്നത്, അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ ഇൻഡിവിജ്വൽ, HUF, ദെൻ കമ്പനി, ദെൻ എ ഫേം. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഫേം എന്ന് നമ്മൾ പറയുന്ന ഒരു സ്ഥാപനത്തിനല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പാർട്ട്ണർഷിപ്പ്. രണ്ടോ അതിലധികമോ ആൾക്കാർ ജോയിൻ ചെയ്തൊരു ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റി നടത്തുകയും അവരുടെ ഷെയറൊക്കെ സ്പെസിഫിക് ആയിട്ട് പറയുകയും അവർ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുകയും അവരുടെ ഡീഡ്, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കുകയൊക്കെ ചെയ്താൽ അതിനെ നമുക്ക് ഫേം ആയിട്ട് കണക്കാക്കാം ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ AOP or BOI. ഇതൊരു പുതിയ ടേമായിരിക്കും. AOP ദെൻ BOI. AOP എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. അതായത് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ജോയിൻ്റായിട്ട് ഒരു വെഞ്ചൂർ നടത്തുകയാണ്, പക്ഷേ അതിനെ പാർട്ട്ണർഷിപ്പ് എന്ന കാറ്റഗറിയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? AOP എന്ന് പറയാം. അതിലൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. ഈ ഒരു പേര് നിങ്ങൾ നോക്കിക്കുക, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. അതായത് മിസ്റ്റർ A ഒരു മെമ്പർ, ദെൻ ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു മെമ്പർ, ദെൻ വേറൊരു പാർട്ട്ണർഷിപ്പ് ഒരു മെമ്പർ. ഇതെന്ന് പറഞ്ഞാൽ പല പേഴ്സൺസ് ആണ്. ഇൻഡിവിജ്വൽ ഉണ്ട്, കമ്പനി ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു അസോസിയേഷൻ വന്നാൽ, എന്നാൽ അത് പാർട്ട്ണർഷിപ്പ് ആവാതെയും ഇരുന്നാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്ന് പറയാം. അപ്പോൾ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിൻ്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിലെ മെമ്പേഴ്സ് ആരായിരിക്കും? ഈ സെയിം കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം, പക്ഷേ അതിലെ മെമ്പേഴ്സ് ആരായിരിക്കും? ഇൻഡിവിജ്വൽസ് മാത്രമായിരിക്കും. അതിനകത്തൊരു കമ്പനിയോ ഫേമോ ഒന്നും വരാൻ പാടില്ല. മിസ്റ്റർ എ, മിസ്റ്റർ ബി, മിസ്റ്റർ സി, മിസ്റ്റർ ഡി ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു സ്ഥാപനം നടത്തിയാൽ, അല്ലെങ്കിൽ ഒരു ഇൻകം ജനറേറ്റിംഗ് ഒരു ജോയിൻറ്റ് വെഞ്ചർ നടത്തിയാൽ, അത് പാർട്ണർഷിപ്പ് എന്ന കാറ്റഗറിയിൽ വരാതെയും ഇരുന്നാൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയാം. ഇത് ജസ്റ്റ് ഈ പേഴ്സൺ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത്രേ പറയാം. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ ഒരു സെഷനിൽ നോക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഏഴ് ടൈപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ ഇൻഡിവിജ്വൽ പറഞ്ഞു, HUF പറഞ്ഞു, കമ്പനി പറഞ്ഞു, ഫേം പറഞ്ഞു, AOP BOI പറഞ്ഞു. then 6ാമത് ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ടാക്സ് മേടിക്കും. അതായത് നമുക്ക് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, പഞ്ചായത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കുമൊക്കെ ഒരു ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. ദെൻ ലാസ്റ്റ് വൺ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കമ്പനി ക്ലോസ് ഡൗൺ ചെയ്യാൻ അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യാൻ പോകുമ്പോൾ, നമ്മളിപ്പോൾ സാധാരണ ഒരു ബിസിനസ് ക്ലോസ് ചെയ്യുന്നോട്ട് ആ താഴിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ ക്ലോസ് ആകത്തില്ല. ഒരു കമ്പനി ഫോം ചെയ്യുന്ന അതേപോലെ തന്നെ ലീഗൽ പ്രൊസീജിയേഴ്സാണ് ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതും. അപ്പോൾ കോർട്ടിൽ നിന്ന് ഒരാളെ അപ്പോയിൻ്റ് ചെയ്യും. അയാളുടെ പേരാണ് ലിക്വിഡേറ്റർ എന്ന്. ഉദാഹരണമാണ് ലിക്വിഡേറ്റർ. ഈ ലിക്വിഡേറ്റർ ആയിരിക്കും പിന്നീട് ഈ കമ്പനിയുടെ അസറ്റ്സ് എല്ലാം ഡിസ്പോസ് ചെയ്യുകയും ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യുകയും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അസസ്മെൻറ്റും ആരുടെ പേരിലായിരിക്കും നടക്കുന്നത്? ലിക്വിഡേറ്ററിനെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത്തരം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, മനുഷ്യനെ ടാക്സ് കൊടുക്കുന്നത് പോട്ടെ, ദൈവങ്ങളെ പോലും ടാക്സ് അതോറിറ്റീസ് വെറുതെ വിടത്തില്ല. നമ്മുടെ അമ്പലങ്ങൾ, പള്ളികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരും. ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സണിനകത്ത് വരും. അപ്പോൾ നമ്മൾ പേഴ്സൺ എന്ന ആസ് പെർ ഇൻകം ടാക്സ് ആക്റ്റാണ് നമ്മൾ പറഞ്ഞത്. 7 കാറ്റഗറി വരുന്നു. പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മനുഷ്യനെ അല്ല ആലോചിക്കേണ്ടുന്നത്, ഈ 7 കാറ്റഗറിയെ നമ്മൾ ആലോചിക്കണം. അൻ ഇൻഡിവിജ്വൽ, HUF, കമ്പനി, a firm, AOP or BOI, local authority, then artificial judicial person. ഇതാണ് സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, സെക്ഷൻ 237. ദെൻ ഇതാണ് നമ്മുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറയുന്നത് അസസി. വെരി ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ. ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിരിക്കുന്നത് ഏതിലാണ്? സെക്ഷൻ 2:7 അസസി ഈ ടേം ഇപ്പം സാധാരണ എല്ലാവരും കേൾക്കുന്നുണ്ടാവും, പക്ഷേ എന്താണെന്ന് നമ്മൾ പഠിക്കാത്തവർക്ക് അറിയത്തില്ല. ആരാണ് അസസി, ആരെയാണ് നമ്മൾ അസസി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, അസസി എന്ന് പറയുമ്പം ഒരു പറയുന്നുണ്ട്, അസസി മീൻസ് എ പേഴ്സൺ ബൈ വിച്ച് എനി ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി ഈസ് പേയബിൾ അണ്ടർ ദിസ് ആക്ട്. It includes every person in respect of whom any proceedings have been taken for the assessment of his income or assessment of fringe benefits. Sometimes a person becomes assessable in respect of the income of some other persons. In such a case also he may be considered as an assessee. This term also includes every person who is deemed to be an assessee or an assessee in default under the provisions of this act. അപ്പോൾ ഈ വാക്കുകളെല്ലാം നിങ്ങൾക്ക് അൺഫെമിലിയർ ആയിരിക്കും പഠിക്കാത്തവർക്ക്. അപ്പോൾ ഇതിൽ 4 കാര്യങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞത്. ഒരു പേഴ്സൺ ആയിരിക്കും അസസി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആരാണ് പേഴ്സൺ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഏതൊരു അസസി എടുത്താലും അതൊരു പേഴ്സൺ ആയിരിക്കും. ഏതൊരു ഇൻഡിവിജ്വൽ ആയിരിക്കും, അല്ലെ പിന്നെ HUF ആയിരിക്കും, അല്ലെ കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു പേഴ്സൺ ആയിരിക്കും അസസി. ഓക്കെ, ഈ പേഴ്സണെ അസസി ആക്കുന്ന സിറ്റുവേഷൻസ് പറഞ്ഞാൽ, ഈ പേഴ്സൺ എനി ടാക്സ് അല്ലെങ്കിൽ ഓർ എനി അതർ സം പേയബിൾ അണ്ടർ ദിസ് ആക്ട്. അണ്ടർ ദിസ് ആക്ട് എന്ന് ഇവിടെ പറയുന്നത് എന്തിനെയാണ്? ഇൻകം ടാക്സ് ആക്ടിനെയാണ് പറയുന്നത്. അപ്പം നിങ്ങളെ ഒരു അസസി ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്?
നിങ്ങൾ ഏതെങ്കിലും ടാക്സ് അല്ലെങ്കിൽ എനി അതർ സം പേബിൾ അണ്ടർ ദിസ് ആക്ട്, നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും എമൗണ്ട് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഗവൺമെൻറ്റിലേക്ക് കിട്ടാൻ ലയബിളായിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ നിങ്ങളെ എന്തെന്ന് പറയാം അസസി എന്ന് പറയാം. അപ്പോൾ ഇനി ടാക്സ് എന്താണെന്ന് നമുക്കറിയാം, പക്ഷേ എനി അതർ സം എന്താണ്? ഇപ്പം നമ്മൾ സമയത്ത് ടാക്സ് അടയ്ക്കാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഭാഗം നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെനാൽറ്റി വരാം, ഇൻട്രസ്റ്റ് വരാം. അപ്പോൾ അതാണ് പറയുന്നത്, നിങ്ങൾ ടാക്സോ അതുപോലെ ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ എന്തെങ്കിലും ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ഒരാളാണെങ്കിൽ നിങ്ങളെ നമ്മൾ അസസി എന്ന കാറ്റഗറിയിൽ വരുത്താം. 2, നിങ്ങളൊരു പേഴ്സൺ ആയിരിക്കുകയും നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് പ്രൊസീഡിങ്സ് അണ്ടർ ദിസ് ആക്ട് നടക്കുകയും ചെയ്യുന്നു. പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുള്ള കാര്യമാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പോവാണ്. പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സുകാർ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും നടപടികൾ എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇൻകം അസസ് ചെയ്യാനോ നിങ്ങളുടെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അസസ് ചെയ്യാനോ എന്തെങ്കിലും പ്രൊസീഡിങ്സ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് നിങ്ങളൊരു അസസിയാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നു എനിക്ക് ഇൻകം ഒന്നുമില്ല, പക്ഷേ ഇൻകം ടാക്സുകാർ നോക്കുന്നുണ്ടെങ്കിൽ ഇയാൾ BMW വാങ്ങിക്കുന്നു അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അസസ്മെൻറ്റിനുള്ള പ്രൊസീജിയേഴ്സ് തുടങ്ങും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെടുകയാണെങ്കിൽ നിങ്ങൾ ആരാണ്? അസസിയാണ്. 3 അവർ പറയുന്നത് ഡീംഡ് അസസി. നിങ്ങളൊരു ഡീംഡ് അസസി ആണെങ്കിലും നിങ്ങളെ അസസി എന്ന് പറയും. ഡീംഡ് അസസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അനുമാനിക്കുക. നിങ്ങളെ അങ്ങ് ഓക്കെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് നിങ്ങളാണ് അസസി എന്ന് പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡീംഡ് അസസി എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഏജൻറ്റ് ഓഫ് എ നോൺ റെസിഡൻറ്റ്. ഇപ്പോൾ ഒരു നോൺ റെസിഡൻ്റായ ആൾ ഇവിടെ വന്ന് ബിസിനസ് ചെയ്ത് അയാൾ ഇന്ത്യ വിട്ട് പോയി. അപ്പോൾ അയാളെ ഒടിച്ചിട്ട് പിടിച്ച് നമുക്ക് അസസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അയാളുടെ ഒരു ഏജൻറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ അയാളെ അസസിയായിട്ട് ഡീം ചെയ്യും. അത്തരം സിറ്റുവേഷൻസിനാണ് ഡീംഡ് അസസി എന്ന് പറയുന്നത്. 4 പറയുന്നത് നിങ്ങൾ അസസി ഇൻ ഡിഫോൾട്ട് ആണെങ്കിൽ, അസസി ഇൻ ഡിഫോൾട്ട്. ഡിഫോൾട്ട് എന്ന വാക്ക് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും. ലോണൊക്കെ നമ്മൾ കറക്റ്റ് സമയത്ത് പേ ചെയ്യാതിരുന്നാൽ ലോൺ ഡിഫോൾട്ടായി, നിങ്ങൾ ഡിഫോൾട്ടറായി എന്നൊക്കെ പറയും, നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഡിഫോൾട്ട്, നിങ്ങൾ ഇൻകം ടാക്സ് പ്രൊവിഷൻ അനുസരിച്ച് എന്തിലേലും ഡിഫോൾട്ടായി കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു സ്ഥാപനമുണ്ട്, എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ സാലറി, ഗവൺമെൻറ് പറയുന്നു നിങ്ങൾ ടാക്സ് കട്ട് ചെയ്തിട്ട് വേണം നെറ്റ് സാലറി കൊടുത്താൽ മതി എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അതിന് TDS എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. അതൊന്നും ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് ലേറ്റർ ക്ലാസ്സുകളിൽ പറയാമത്. അപ്പം എന്താണ് എൻ്റെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ്? എൻ്റെ സ്റ്റാഫിന് സാലറി കൊടുക്കുന്നതിന് മുന്നേ ഞാൻ സാലറിയിൽ നിന്ന് ടാക്സ് കട്ട് ചെയ്തിട്ട് നെറ്റ് എമൗണ്ട് വേണം കൊടുക്കാൻ. ഓക്കെ, ഈ കട്ട് ചെയ്ത ടാക്സ് ഞാൻ എവിടെ റെമിറ്റ് ചെയ്യണം? അവർ പറയുന്ന സമയത്തിനുള്ളിൽ ഗവൺമെൻറ്റിലേക്ക് റെമിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് 2 റെസ്പോൺസിബിലിറ്റീസ് ആണുള്ളത്. ഒന്ന്, ടാക്സ് കട്ട് ചെയ്തിട്ട് സാലറി കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത ടാക്സ് എൻ്റെ കയ്യിൽ വെക്കാതെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഗവൺമെൻറ്റിലേക്ക്, അവർ പറയുന്ന വിതിൻ ദാറ്റ് ഡേറ്റ് ഐ ഷുഡ് റെമിറ്റ് ദ ടാക്സ് ടു ഗവൺമെൻറ്. അപ്പോൾ ഈ 2 റെസ്പോൺസിബിലിറ്റി ഏതെങ്കിലും ഒന്നോ മൊത്തമോ ചെയ്യാതിരുന്നാൽ ഞാൻ ആരായി മാറി? അസസി ഇൻ ഡിഫോൾട്ടായി. ഈ എല്ലാ കേസിലും നിങ്ങളെ ജനറലി എന്താണ് പറയുന്നത്? അസസി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ടാക്സോ വേറെ ഏതെങ്കിലും സമ്മോ നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് കെട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ അസസിയാണ് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച്. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് എന്തെങ്കിലും പ്രൊസീഡിങ്സ് അവരെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അസസിയാണ്. ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ ഡീം ചെയ്യപ്പെട്ടു നിങ്ങൾ അസസിയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അസസിയാണ്. നിങ്ങളൊരു ഡിഫോൾട്ട് ചെയ്തു, ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ട ചില റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്തില്ല, എന്നാൽ നിങ്ങൾ അസസി ഇൻ ഡിഫോൾട്ടാവും. അപ്പോൾ ഈ 4 കാറ്റഗറിയിലും നിങ്ങൾ എന്തായി മാറും? അസസി ആയിട്ട് മാറും. ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 2(7). അപ്പോൾ 2 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്തത്. ഒന്ന് പേഴ്സൺ എന്താണ്, ദെൻ അസസി ആരാണ്. അപ്പോൾ പേഴ്സൻ്റെ സെക്ഷൻ 231, അസസിയുടെ സെക്ഷൻ 2(7). Hope you all understand. Thank you very much for watching. Thank you.